എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് ആണ്. എന്താണ് അവർ ഇന്നത്തെ ഒരു രാവിലത്തേക്ക്, എന്താണ് ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ എന്താണ്, അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്താണ് അവർ ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവില്ല. തീർച്ചയായിട്ടും ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടുന്നവർ മനസ്സിലാക്കുക, തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നതാണ്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം വ്യക്തമായിട്ട് ആലോചിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ശാന്തമായിട്ടിരുന്ന് ഈ ഒരു വീഡിയോ ഒരു സ്ഥലത്തിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മനസ്സിനെ ഫ്രീ ആക്കി ഒരു വീഡിയോ കാണുക, അപ്പോഴാണ് നമുക്ക് കൂടുതൽ റെസൊണേറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കൊണ്ട് കുറച്ചെങ്കിലും അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ കഴിയുന്നെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. എന്താണ് ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡുകൾ എടുക്കാം. എന്താണ് ആ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. കുറച്ച് കാർഡുകൾ എടുക്കാം. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറ്റബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അതുപോലെ ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഏത് സാഹചര്യമാണെങ്കിലും, ഒരു തേർഡ് പാർട്ടി സാഹചര്യമാണെങ്കിലും, അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളോടൊപ്പം ഉള്ള സമയത്ത് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയില്ല, പക്ഷെ നിങ്ങളുമായിട്ട് അകന്നതിന് ശേഷം ഈ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ ഈ ഒരു വ്യക്തി ചില സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡുകൾ വന്നിട്ടുണ്ട്. വളരെ മാനസിക വേദനയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുള്ളതായിട്ടാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഏത് സിറ്റുവേഷനിലായാലും അവരൊട്ടും ഹാപ്പിയും അല്ല. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ ഓർമ്മകളാണ് അവരുടെ മനസ്സിൽ വരുന്നത്. കാരണം അവർക്ക് കടുത്ത കുറ്റബോധമുള്ളതായിട്ട് കാണുന്നുണ്ട്. കടുത്ത മാനസിക വേദനയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭജിക്കപ്പെട്ട മനസ്സിനെ സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി മൂലമാകാം നിങ്ങളുടെ ബന്ധം തകർന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടും, അതായത് ഒന്ന് തേർഡ് പാർട്ടി, ഇതാണ് ആ ഒരു വ്യക്തിയെങ്കിൽ ഇതൊന്ന് നിങ്ങളും മറ്റേ ഒരു വ്യക്തിയുമാണ്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആ ഒരു വ്യക്തിക്ക് അറിയാത്തൊരവസ്ഥയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇവിടെ മനസ്സിലാക്കുക, നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി അകന്നു പോകാൻ കാരണം മറ്റൊരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ മറ്റൊരു വ്യക്തി വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ആരും ആവാം. നിങ്ങളുടെ ലവറാവാം, ഹസ്ബൻഡാകാം, വൈഫാകാം, അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം, ആരുമാവാം. അപ്പം നിങ്ങൾക്കിടയിലേക്ക് മറ്റൊരു വ്യക്തി വന്നതായിട്ട് കാണുന്നുണ്ട്. അതുമൂലമാണ് നിങ്ങളുടെ ബന്ധം, മനോഹരമായിട്ടുള്ള ബന്ധം തകർന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ആ ഒരു വ്യക്തികൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന കാർഡാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനാവശ്യ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന വ്യക്തിയൊക്കെയാണ് കാണുന്നത്. താങ്ങാവുന്നതിനും അപ്പുറം ആ ഒരു വ്യക്തിക്ക് ഭാരമേക്കുന്നത്. അതായത് ഇവിടെ രണ്ട് കാർഡ്, ഇവിടെ ഒരു വ്യക്തിയുടെ മേളിലാണ് ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഇവിടെ ഒരു പൂവൻകോഴി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനസിക തളർച്ചയാണ് ഇവിടെ ആ ഒരു വ്യക്തിക്ക്. അതായത് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാത്തൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. മുൻപ് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല, പക്ഷേ ഇപ്പോഴാ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കടുത്ത മാനസിക വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആരുമില്ലാതെ സ്വന്തം ഇങ്ങനെ, അതായത് ഒരു അനാഥ അല്ലെങ്കിൽ അനാഥനെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തി. അവർക്കെല്ലാം ഉണ്ടാകും, സാമ്പത്തികം ഉണ്ടാവും, അവർക്ക് ജോലി ഉണ്ടാവും, അവർക്ക് ചുറ്റുപാടുകളുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അവരെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ഒരു വ്യക്തിയുമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു റിബൽ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴവർക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. നിലവിലത്തെ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർക്കൊട്ടും വ്യക്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ഒരു മാനസിക തളർച്ചയും ആന്തരിക സംഘർഷത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മുൻകാലങ്ങളിൽ നിങ്ങളെ ഒരുപാട് പഴിച്ച വ്യക്തിയാണ്. അതായത് എൻ്റെ വൈഫ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ജോലിയില്ലാത്ത വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികം കുറച്ച് കുറഞ്ഞ വ്യക്തിയായിരിക്കും ഈ കാണുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കുറച്ച് കുറവായിരിക്കും. നിങ്ങളെ പലതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു വ്യക്തി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. മറ്റു പലരുടെ വാക്ക് കേട്ട് ഈ ഒരു വ്യക്തി, അതായത് കുടുംബത്തിൻ്റെ ഇടപെടലുകൾ, ചില സുഹൃത്തുക്കളുടെ ഇടപെടലുകളൊക്കെ കേട്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണ്. നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. പക്ഷേ ഇപ്പോഴവരവരുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത്, അവരുടെ മനസ്സെന്താണോ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ അവരുടെ മനസ്സെന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുമായിട്ടൊരു ബന്ധം ഭയമില്ലാതെ മുന്നോട്ട് പോകാമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് അവർക്കറിയാം നിങ്ങളിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ആ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ അകന്നിട്ട് നാളുകളായിട്ട് കാണുന്നുണ്ട്, മാസങ്ങളായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവർ ആ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവും വളരെ സങ്കീർണമാണ്. ആ ഒരു സങ്കീർണാവസ്ഥയിലും അവർക്ക് പേടിയില്ല എന്നാണ് കാണിക്കുന്നത്. അവർ ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ആവാം, ആ ഒരു തേർഡ് പാർട്ടി, അതായത് നിങ്ങളുടെ ബന്ധം രണ്ടാവാൻ കാരണമായ ഒരു തേർഡ് പാർട്ടി അവരെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, പല ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അവരതിൽ നിന്നൊക്കെ മാറി അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം, ഇവിടെ റീബർത്ത് കാർഡ് വന്നിട്ടുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തി പഴയ ചിന്തകളൊക്കെ അവസാനിപ്പിച്ച് അവരുടെ കുരുത്തക്കേടുകളും സ്വഭാവം മോശ സ്വഭാവമൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കാര്യം അകാരണ ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ നാളുകളായി ഉറങ്ങിയിട്ടൊന്ന് മനസ്സമാധാനത്തോടെ കൂടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കടുത്ത മാനസിക വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ബട്ടൺ കാർഡ് വന്നതുകൊണ്ട് അതായത് ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവരെല്ലാം ക്ഷമയോടെ കാത്തിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഈ ഒരു സമയത്ത് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവരൊട്ടും അവിടെ ഹാപ്പിയല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരൊട്ടും ഹാപ്പിയല്ല, അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ മാനസികമായിട്ട് ഒരുപാട് തകർന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഒരു നിഷ്കളങ്കമായിട്ട്, അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, അതായത് ഒരു ഫ്രീ മൈൻഡോടുകൂടി, ഒരു ഫ്രഷ് സ്റ്റാർട്ടോടുകൂടി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സാണ്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ മാത്രമാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ചുരുക്കത്തിൽ അവർ നിങ്ങളിലേക്ക് വരാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കിടയിലും അവർക്കിടയിലും ഇപ്പോഴും ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട്. ഇതൊരു നിങ്ങളുടെ സോൾമേറ്റ് ആവാം ഈ ഒരു വ്യക്തി. അതായത് ഹൃദയത്തോട് ചേരണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. അവർ കടുത്ത മാനസിക വേദനയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു സമയത്ത് കഴിയൂ എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അനാവശ്യ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇതിനു മുമ്പ് ഏറ്റെടുത്തിരുന്നു മറ്റേ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ.
പക്ഷേ അതൊക്കെ ഒഴിവാക്കി അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ആ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്മകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവട്ടെ. അപ്പം നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.